തൊഴിൽ കേരളം വെബ് പോർട്ടലിൽ ജോബ് ഫെയർ ആഡ് ചെയ്യുന്നതിനായി ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ CDS അഡ്മിന്മാരുടെ മൊബൈൽ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ഇപ്പോൾ കാണുന്നതാണ് ഡാഷ്ബോർഡ്. സ്ക്രീനിന്റെ ഇടതുഭാഗത്തായി കാണുന്ന ജോബ് ഫെയറിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് ജോബ് ഫെയർ ബട്ടൺ അമർത്തിയതിനു ശേഷം ജോബ് ഫെയർ നെയിം, ഡിസ്ക്രിപ്ഷൻ, ലൊക്കേഷൻ, അസോസിയേറ്റഡ് ക്യാമ്പയിൻ, തൊഴിൽമേള ആരംഭിക്കുന്നതിന്റെയും അവസാനിക്കുന്നതിന്റെയും തീയതി, തൊഴിൽമേള നടക്കുന്ന ലൊക്കേഷൻ ഡീറ്റെയിൽസ് എന്നിവ നൽകി സേവ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ആഡ് ചെയ്ത തൊഴിൽമേളയുടെ വിവരങ്ങൾ ഇപ്പോൾ കാണുന്ന ലിസ്റ്റിന്റെ മുകളിലായി കാണാൻ സാധിക്കും. ADS അഡ്മിന്മാർക്കാണ് ജോബ് സീക്കറെയും എംപ്ലോയറെയും ജോബ് വേക്കൻസിയും ആഡ് ചെയ്യാൻ സാധിക്കുക. അതിനായി ആദ്യം ADS അഡ്മിൻ അവരുടെ മൊബൈൽ നമ്പറും പാസ്വേഡും നൽകി തൊഴിൽ കേരളം പോർട്ടലിൽ സൈൻ ഇൻ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ കാണുന്നതാണ് ഡാഷ്ബോർഡ്. എംപ്ലോയറിനെ ആഡ് ചെയ്യുന്നതിനായി ഇടതുഭാഗത്തായി കാണുന്ന എംപ്ലോയർ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിൽ ആഡ് എംപ്ലോയർ ക്ലിക്ക് ചെയ്തതിനു ശേഷം തൊഴിൽദാതാവിന്റെ മൊബൈൽ നമ്പർ നൽകി സബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതിൽ സ്ഥാപനത്തിന്റെ പേര്, തൊഴിലുടമയുടെ പേര്, മൊബൈൽ നമ്പർ, ജെൻഡർ, കമ്പനിയുടെ ലൈസൻസ് നമ്പർ, ഇവിടെ നിങ്ങൾ സ്വയം കണ്ടെത്തിയതാണെങ്കിൽ ഓൺ എന്നും റെഫറൽ വഴി കിട്ടിയതാണെങ്കിൽ റെഫറൽ എന്നും സെലക്ട് ചെയ്യുക. സോഴ്സ് ഓഫ് ഡേറ്റ, NIC സെക്ടർ കോഡ്, ക്യാമ്പയിൻ നെയിം, കമ്പനിയുടെ ലൊക്കേഷൻ, പിൻകോഡ് കൂടിയ അഡ്രസ്സും നൽകി സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾ നൽകിയ എംപ്ലോയറിന്റെ വിവരങ്ങൾ ഇതേപോലെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഏത് എംപ്ലോയറിന്റെ ജോബ് വേക്കൻസി ആണോ ആഡ് ചെയ്യേണ്ടത് അതിന്റെ നേരെയുള്ള ജോബ്സിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ആഡ് ജോബ് എടുത്തതിനു ശേഷം ജോബ് ടൈറ്റിൽ, ജോബ് കാറ്റഗറി, എംപ്ലോയ്മെന്റ് ടൈപ്പ്, ജോബ് എക്സ്പയറി ഡേറ്റ്, നമ്പർ ഓഫ് വേക്കൻസീസ്, job description, NCO sector, authorized personnel, mobile number, qualification details, salary details, ലൊക്കേഷൻ, എന്നിവ നൽകി സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾ ആഡ് ചെയ്ത തൊഴിലുകൾ ഇതേപോലെ കാണാൻ സാധിക്കുന്നതാണ്.
ഇതിനെ ജോബ് ഫെയറുമായി ബന്ധിപ്പിക്കുന്നതിന് അതാത് തൊഴിലുകൾക്ക് നേരെയുള്ള ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമായ വിവരങ്ങൾ നൽകി സേവ് ചെയ്യേണ്ടതാണ്. ജോബ് സീക്കറിനെ ആഡ് ചെയ്യുന്നതിനായി സ്ക്രീനിന്റെ ഇടതുഭാഗത്തായി കാണുന്ന ജോബ് സീക്കർ ക്ലിക്ക് ചെയ്യുക. ആഡ് ജോബ് സീക്കർ എടുത്തതിനു ശേഷം ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. സ്ക്രീനിൽ കാണുന്ന ഫിൽ ഫോം ക്ലിക്ക് ചെയ്ത് തൊഴിലന്വേഷകരുടെ പേര്, ജനനതീയതി, ജെൻഡർ, അഡ്രസ്, qualification details, employment type, industry preference, preferred role, expected salary, preferred location, NIC code, employment details, application source, എന്നിവ നൽകി സേവ് ഡീറ്റെയിൽസ് കൊടുക്കുക. നമ്മൾ നൽകിയ ജോബ് സീക്കറിന്റെ വിവരങ്ങൾ സ്ക്രീനിൽ ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഏതൊക്കെ തൊഴിലന്വേഷകരെയാണോ ജോബ് ഫെയറുമായി ബന്ധിപ്പിക്കേണ്ടത് അവരുടെ നേരെ കാണുന്ന ജോബ് ഫെയർ ക്ലിക്ക് ചെയ്തതിനു ശേഷം ജോബ് ഫെയറിന്റെ പേര്, ജോബിന്റെ പേര്, ആക്ഷൻ എന്ന ഫീൽഡിൽ സെലക്ടഡ് എന്നും ഡേറ്റ് ഓഫ് ജോയിനിങ്ങും നൽകി സേവ് ചെയ്യുക.